പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും.
ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. സംരക്ഷിക്കപ്പെടേണ്ടതിന് ഈ രണ്ടെണ്ണം നിന്റെ കൂടെ വരേണ്ടതിന്
ഞങ്ങൾക്ക് ശിവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായനേക്കും. എന്റെ സഹോദരരെ, യാക്കോബ് എഴുതിയ ലേഖനം 4-1 വരെ തിരുവചനങ്ങൾ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശയിൽ നിന്നല്ലേ അവ ഉണ്ടാകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയ കൊള്ളുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ വഴിപ്പെടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു, നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ചോദിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശയെ തൃപ്തിപ്പെടുത്താനും തിന്മയായിട്ടുള്ള ചോദിക്കുന്നത് കൊണ്ടാണ്. വിശ്വസ്ത പുലർത്താത്തവരെ, ലോകത്തിലുള്ള മൈത്രി ദൈവത്തിലുള്ള ശത്രുതയാണ് നിങ്ങൾ അറിയുന്നില്ലേ. ലോകത്തിന്റെ മിത്രമകൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാകുന്നു. നമ്മെ നിഷേധിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം വസ്തുവിനെ അപേക്ഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃതമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവരുടെ കൃപാവനം ചെയ്യുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് വിചാരിയായിരിക്കും, പിശാചിനെ ചെറുത്ത് നിൽക്കുകയും അപ്പോൾ അവൻ നിന്നിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും അവൻ നിങ്ങളെ ചേർന്ന് നിൽക്കും. പാപികളെ നിങ്ങൾ കാര്യം ശുദ്ധിയാക്കുകയും സന്നിധി മനസ്സിലെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കുകയും ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യും. നിങ്ങൾ ശരി കരച്ചിലായി നിങ്ങളുടെ സന്തോഷം വിശാലമായി മാറട്ടെ. കർത്താവിന്റെ സന്നിധി താഴ്മയുള്ളവരായിരിക്കും, അവിടെ നിങ്ങളെ ഉയർത്തും. സമാധാനം നിങ്ങളോടുകൂടെ. കണ്ണ് കുറ്റമത്തിലേക്ക് ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമെങ്കിലും ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. നിന്റെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരന്മാരെ സേവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദേശിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കരുതലുണ്ടാകണം സ്വർഗത്തിൽ. ഈശ്വരശിഹാലേറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കരുതലുണ്ടാകണം സ്വർഗത്തിൽ എന്ന്. സമ്പത്തിന് പിന്നാലെ പോകരുത് എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. കേരളക്കരയെ ഞെട്ടിച്ച് കൊലപാതകമാണ്
കരുവാറ്റ ആലപ്പുഴ കൊലപാതകം. 13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി തൻ്റെ അപ്പൂപ്പന് കൊട്ടേഷൻ വെച്ച് അപ്പൂപ്പനെ വധിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു ഐഫോൺ വേണം, കൂട്ടുകാരന് ഒരു ബൈക്കും വേണം. സുവിശേഷത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, കരുതലുണ്ടാകണം, അത് സ്വർഗത്തിൽ ആയിരിക്കണം. കരുതലുണ്ടാകുമ്പോൾ കാഴ്ചകൾ നന്മയുടേതാകണം, അത് ദൈവികമായിരിക്കണം. പണസമ്പാദനത്തിന് വ്യത്യസ്തമായ മാർഗങ്ങൾ മനുഷ്യർ തേടാറുണ്ട്. അത് ചിലപ്പോൾ മണിച്ചീനായിരിക്കാം, അത് ചിലപ്പോൾ പണമിരിക്കായിരിക്കാം, അത് ചിലപ്പോൾ ഷെയർ മാർക്കറ്റ് ആയിരിക്കാം, ഓൺലൈൻ ആയിരിക്കാം. ഗിഫ്റ്റ് തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കാറുണ്ട്. ചിട്ടികളുണ്ട്, സൊസൈറ്റികളുണ്ട്, സഹകരണ സംഘങ്ങളുണ്ട്, നാഷണലൈസ് ബാങ്കുകളുമുണ്ട്. ഇതിൽ പലതും തട്ടിപ്പിലേക്കും വെട്ടിപ്പിലേക്കും കടക്കുന്ന ചരിത്രവും നമുക്ക് വ്യക്തമാണ്. എന്നാൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിനപ്പുറം ഒരു കരുതലുണ്ടാകണം. സ്വർഗമെന്ന ബാങ്കിൽ നിക്ഷേപിക്കുവാനായിട്ട് സാധിക്കണമെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗമെന്ന ബാങ്കിൽ നിക്ഷേപിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ അത് സത്പ്രവൃത്തികളിലൂടെയായിരിക്കണം, പുണ്യപ്രവൃത്തികളിലൂടെയായിരിക്കണം, നന്മ ചെയ്തുകൊണ്ടായിരിക്കണം. അതിന് വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട്. കുടുംബ പ്രാർത്ഥനയുടെ മാർഗമായിരിക്കാം, വ്യക്തിപരമായ ധ്യാനത്തിന്റെയും പ്രാർത്ഥനയുടെയും മാർഗമായിരിക്കാം, ധ്യാനത്തിന്റെ മാർഗമായിരിക്കാം, മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയായിരിക്കാം, ആവശ്യങ്ങളും അവസരങ്ങളും പറഞ്ഞ് പ്രവർത്തിക്കുന്നതിലൂടെയായിരിക്കാം. ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ കരുതൽ എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും എന്ന്. സ്വർഗത്തിൽ നിക്ഷേപിക്കുവാനായി സാധിക്കുമ്പോഴാണ് നീ സ്വർഗം ലക്ഷ്യമാക്കി മുന്നേറുന്ന വ്യക്തിയായി തീരുക. രണ്ടാമതായി ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വർഗം ലക്ഷ്യമാക്കി മുന്നേറുവാനായി പരിശ്രമിക്കുമ്പോൾ നിന്റെ കാഴ്ചകൾ തീർച്ചയായും നന്മയുടേതായിരിക്കണം. കാർന്നോമാർ പറയാറുണ്ട്, കണ്ണടക്കം വേണമെന്ന്. കാഴ്ചകളെ നിയന്ത്രിക്കുവാനായി സാധിക്കണം. ഇംഗ്ലീഷിൽ കാഴ്ചകൾ 2 വാക്കാണ് ഉപയോഗിക്കുക. സൈറ്റ് എന്ന വാക്കും ഉപയോഗിക്കും, ലുക്ക് എന്ന വാക്കും ഉപയോഗിച്ചു. സൈറ്റ് എന്നത് നാമമാണ്, ലുക്ക് എന്നത് ക്രിയയാണ്. യാദൃശ്ചികമായിട്ട് കാണുന്നതിനെയാണ് സൈറ്റ് എന്ന് പറയുക. എന്നാൽ ക്രിയയായിട്ട് വരുന്ന ലുക്ക് അത് ബോധത്തോടു കൂടി കാണുന്നതാണ്. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ കാഴ്ച നല്ലതാണെങ്കിൽ തീർച്ചയായും നിന്റെ നടപ്പും നല്ലതായിരിക്കും. നല്ലത് കാണുവാനായി അത് ചിലപ്പോൾ ഗൂഗിളിലായിരിക്കാം, അത് ചിലപ്പോൾ ജീവിതത്തിലെ യാത്രകളിലായിരിക്കാം. നല്ലത് കണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നേറുവാനായി പരിശ്രമിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ദൈവം വാണി നൽകുകയാണ്, 2 വള്ളത്തിൽ കാൽ വെക്കരുത് എന്ന്. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. നീ ഒന്നുകിൽ ദൈവത്തിൽ ആശ്രയിക്കുക, നീ സ്വർഗം ലക്ഷ്യമാക്കി സഞ്ചരിക്കുക, അല്ലെങ്കിൽ പൈശാചികമായ ശക്തികളിൽ നീ കാൽ വയ്ക്കുമ്പോൾ നീ നരകത്തിലേക്കായിരിക്കും പോവുക എന്നും ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കുവാനാണ്. ദൈവത്തോടൊപ്പം ആയിരിക്കുവാനായി സാധിക്കണമെങ്കിൽ ദൈവത്തെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുവാനായി സാധിക്കണം. ദൈവത്തെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന് നല്ലത് കണ്ട് ദൈവത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭയോട് തിരിക്കാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനുഷ്യർ ദൈവജനത്തിന് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയുടെ പാപം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിലെയും നാമനാരെയും തനക്ക് വാസം മുതൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറാ കഴികളെ വീടിനോടൊപ്പം നമ്മുടെ യോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. സ്വർഗത്തിൽ കരുതൽ വാങ്ങുവാൻ ദൈവത്തെ ലക്ഷ്യമായി സജ്ജീകരിക്കുവാൻ ആവശ്യമായ കൃപ അവർക്ക് ദർശിക്കാം. അങ്ങേവരാദ്യമായ എപ്പോഴും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വിഹാരബോധത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദാഹരണത്തിനെയും ഓർമ്മയാചരിക്കുവാൻ തന്റെ ഭയാനുഭവത്താൽ ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പ്രാവായുമേ ഞങ്ങളുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനാ ഏകദൈവമേ വിശ്വസിപ്പൂ മധ്യരാ
സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേ നേതൃത്വത്തെ സ്വർഗവാസികളായിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങനെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവചന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാമനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. Yes.
മരിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പകരേ കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചു ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാലം ചെയ്യുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയായി ചെയ്യും. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും മക്കൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. അങ്ങനെ ദാസന്റെ കുർബാനയിൽ അവർക്ക് അവതരിച്ചു ഇതിനെ ആശീർവദിക്കുകയും പവിത്രേകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയരത്തിലുള്ളവരെ പ്രത്യാശിക്കും. അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരും വഹിച്ചു സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകമായ നാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങേ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാഗങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിന്റെ വാക്കും ശരണത്തോടെ അപരാധങ്ങൾ ലഭിക്കുന്നതിനും പാപങ്ങളെ കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദരങ്ങളെ ദൂഷിച്ചുകൊണ്ടും നമുക്ക് സ്വർഗ്ഗത്തിലെ പാതനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കുകയും ചെയ്യാം. യോജിപ്പോലും ഐക്യതയോടുകൂടി ദേവദേശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവരുടെ ശരീരങ്ങളുടെ വേർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ നല്ല ദൈവത്തോട് ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവർക്ക് വെച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്നവരെ നിങ്ങൾ പരിഗണിക്കുകയും അവരുടെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവരുടെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
പരിശുദ്ധാത്മാവിന്റെ ഭാരതാൽ സുഖദോഷവും ജീവദായകവും ദൈവികവുമായ ഈ രചനയെ സമീപിച്ച് ഇവയെ പങ്കുകൊള്ളുവാൻ യോഗ്യതപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായിട്ട് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കഴിഞ്ഞ ജനസ്വകാഴ്ച 5310 രൂപ ഈ ആഴ്ചയിൽ പള്ളിയെ പരിസരം വൃത്തിയാക്കിയത് 4 യൂണിറ്റായിരുന്നു. നന്ദി പറയുന്നു. അടുത്ത ആഴ്ചയിൽ 5 യൂണിറ്റായിരിക്കും. കുടുംബ യൂണിറ്റ് എക്കാര്യത്തിലും ഉപയോഗം ടെക്സി ജ്യൂസ് 3 വസതിയിൽ വെച്ച് 25-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 6:30 സമ്മേളിക്കുന്നു. ശരീരത്തിനാണെന്ന് പ്രസിദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇത് നൽകുവാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വൈകിട്ട് 4:30 പരിശുദ്ധ കുർബാന. അതിനെ തുടർന്ന് ഓണാഘോഷത്തിനായിട്ട് സ്നേഹപൂർവ്വം എല്ലാവരെയും ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടകളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായിനേക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടകളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായിനേക്കും ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടും തമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയാൽ ദൈവം നമ്മെ വിളിച്ചല്ലോ. ദൈവം നമ്മെ നയിക്കട്ടെ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. നമ്മുടെ ജീവിത പാതകള് ആവശ്യം
സമാധാനങ്ങൾ നൽകിയാലോകനം അരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും ജീവൻ നൽകും ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരെയും ദൈവം വരദീയം ചൊരിയട്ടെ. കുരിശടയാളം വഴിയാലോ സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ